ഉസ്താദ് ഇപ്പോൾ പറഞ്ഞു താജുൽ ഉലമയിൽ നിന്നും ഹിബത്തുല്ലാഹിൽ ബുഖാരിയിൽ തങ്ങളിൽ നിന്നും ഖാദിരിയത്ത് സ്വീകരിച്ചു എന്ന്. അതുപോലെ നമ്മുടെ ഈ അടുത്ത് കഴിഞ്ഞുപോയ ഇക്കാലത്ത് ജീവിക്കുന്ന ഉലമാവിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്, അവര് ഖാദിരികളാണ്, നഖ്ശബന്ദികളാണ് എന്നൊക്കെ. ഇതോടുകൂടെ ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കാറുള്ളതാണ് ഹിജ്റ 824 ശേഷം മുറബിയായ ശൈഖുമാരില്ല എന്ന് അഹമ്മദ് സറൂഖ് പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പോ ഈ ഖാദിരിയത്ത് സ്വീകരിക്കുന്നതും ഹിജ്റ 824 ശേഷം മുറബിയായ ശൈഖുമാർ ഇല്ല എന്ന് പറയുന്നതും എതിരാണോ? അത് എതിരില്ല. കാരണം ഞാൻ ഖാദിരിയത്ത് സ്വീകരിച്ചു പറഞ്ഞാൽ ഇപ്പത്തെ ഇസ്തിലാഹി പ്രകാരം ആ ഖാദിരിയത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തരീഖത്ത് സ്വീകരിക്കല്ല. അപ്പൊ ഇതിന്റെ ഒരു മുരീദായി ഞാൻ ഒന്നുമല്ല. ഇനിയോ ഖാദിരിയ തരീഖത്തുകാർ നിലനിർത്തിപ്പോരുന്ന ദിക്ർ എനിക്കും ചൊല്ലാൻ അനുമതി തന്നു. ആ ദിക്ർ ഞാനും ചൊല്ലുന്നു. തെർബിയത്ത് എന്ന ഹാസായ സംഗതിയല്ല. അത് ഹിജ്റ 824 ശേഷം മുറിഞ്ഞു എന്ന് ഹലറമി പറഞ്ഞതിനെ കുറിച്ച് ശേഷക്കാരൊക്കെ അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമായി. കാരണം അതിന് ശേഷം മുറബിയായ ശൈഖുമാർ എത്ര ഉണ്ടായിക്കണമല്ലോ. പിന്നെ അവരൊക്കെ തെർബിയത്ത് മുറിഞ്ഞാൽ പിന്നെ വരുന്ന മുറബിയാവുമോ? അപ്പൊ അതിന് ഷഹറാന് കൊടുത്ത മറുപടി മുറിഞ്ഞു എന്ന് അവര് പറഞ്ഞത് കാമിലത്തായ തെർബിയത്ത് മുറിഞ്ഞു. ഇപ്പോഴുള്ള തെർബിയത്ത് നാഖിസ്തായ തെർബിയത്ത്. നിങ്ങൾ ഈ പറഞ്ഞ ശൈഖന്മാരൊക്കെ അതങ്ങനെയാണ്. കാരണം ഫൈനഹും യുർശിദൂന ബഅലി ഉമൂർ, ജനങ്ങളെ ബഅലുൽ ഉമൂറിലേക്ക് ഇർശാദാക്കും എന്നുള്ള പരിപൂർണമായ തെർബിയത്തല്ല. പരിപൂർണമായ തെർബിയത്ത് പറഞ്ഞാല് ആ മുറബിയായ ശൈഖിന്റെ അരികിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ മറത്ത് കേട്ടാൽ അതോടുകൂടെ എല്ലാ ഇൽമുകളും കൃഷ്ണവുമാണ്. തെളിവിനെറ്റുള്ള വർഷം പങ്കുശുവാവും. ബഹുമാനപ്പെട്ട ജുനൈദ് തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് മഅറൂഫുൽ കർഹിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മറത്ത് ഞാൻ കേട്ടു. എന്നോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. മൂപ്പര് ചൊല്ലിത്തന്നു. ഞാനത് ചൊല്ലി. അവിടെ മുതൽക്ക് ഫിഖ്ഹിന്റെ കിതാബിനും അഖീദയുടെ കിതാബിനും എല്ലാത്തിനും എനിക്ക് മുഖശം. ഇതാണ് കാമിലത്തായ തെർബിയത്തിന്റെ അടയാളമായി പറഞ്ഞത്. ഇങ്ങനത്തെ തെർബിയത്ത് എത്രയോ കാലമായി മുറിഞ്ഞു. 924 ശേഷം അങ്ങനത്തെ തെർബിയത്ത് ഉള്ളവരെ ഹിക്കായത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉണ്ടാവൂല എന്നല്ല, ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായതായി ഒരാളെയും പറയപ്പെട്ടില്ല. ഇന്നാള് അങ്ങനെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റിയ ഒരാളില്ല. ഇതുണ്ടായതൊക്കെ ചില കാര്യങ്ങളിലേക്ക് ഇർശാദാക്കും. അപ്പൊ ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് തെർബിയത്ത് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. താമത്തായ തെർബിയത്തും നാഖിസത്തായ തെർബിയത്തും. താമത്തായ തെർബിയത്തിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം തന്നു. ഈ നാഖിസായ തെർബിയത്ത് അത് എന്താണ്? നമുക്ക് അത്തരത്തിലുള്ള ശൈഖന്മാരെ ഇന്ന് സ്വീകരിക്കാൻ പറ്റുമോ? അത്തരത്തിലുള്ള ആളുകളൊന്നും ഉണ്ടോ? നമ്മൾ കാണില്ല. ഉണ്ടാകാം, ഉണ്ടായിക്കൂടാന്നൊന്നും പറഞ്ഞില്ല. കാരണം എല്ലാ നിലക്കും ഈ റൂമുകളൊക്കെ ജന്മ ചെയ്ത ആൾക്കാരുണ്ടാവാം. 4 മദ്ഹബിലും എല്ലാ മുക്താബിയായ മസലകളൊക്കെ അറിഞ്ഞ ആളുകൾ അങ്ങനെ പറയപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ സിയാബുദ്ദീൻ സാലിയത്തിന്റെ ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് റിളാ ഖാൻ മൂപ്പര് 4 മദ്ഹബിലും ഇഫ്താന് കഴിഞ്ഞാളാണ്. മൂപ്പര് തെർബിയത്തിന് കൂടെ ആയിരുന്നു എന്ന് അന്നുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ബൈദല്ല, കാരണം അതിനകത്തുള്ള മാലൂമാത്തുള്ള ആളാണ്. മൂപ്പര് ഫത്താവനുണ്ട്, അത് തന്നെ മതി മൂപ്പരെ ഇൽമ മനസ്സിലാക്കാൻ. അൽ ഫത്താവ റളവിയ്യ എന്ന പേര്. 12 വാല്യാണ്. ഇത്ര കട്ടിയുള്ള 12 വാല്യുണ്ട്. ഒരാളുടെ ഒരു കിതാബാണ്. ഒരുപാട് കിതാബുണ്ട്.
ഷിഹാബുദ്ദീൻ സാലിയത്തിന്റെ ഒരു 10-8 കൂട്ടുകൂടി. ഷിഹാബുദ്ദീൻ സാലിയാത്തി പറഞ്ഞാൽ തന്നെ അവിടുത്തെ പോലത്തെ ഒരു പണ്ഡിതനെ നമ്മൾക്കിന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ പുതുഹാനിലുള്ള എല്ലാ കിതാബിലും ബഹുമാനപ്പെട്ടവരുടെ സേനത്തിൽ അതിനു പോലെ ഏത് കിതാബ് നോക്കിയാലും ആ കിതാബിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്ന ഒരു ഇബാറത്തയിലുണ്ടെന്ന് നോക്കുക. എന്നാ അവിടെ തിഫ് നെയ്തു. തിഫ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു പോവല്ലേ. അപ്പൊ മൂപ്പര് അതിന്റെ ഇഷാറത്തിൽ കിതാബിന്റെ പുറഞ്ചിട്ട ഭാഗത്ത് ഉണ്ടാവും ഈ പേജ് അങ്ങോട്ട്. എന്നിട്ട് അവിടെ എഴുതും കിഫ് എന്ന് പറഞ്ഞതിന്റെ എന്തിനാ നിൽക്കാൻ പറഞ്ഞത്. ഉദാഹരണം പറയാം, റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹിന്റെ മൗലിദ് സംബന്ധിച്ച് ഉള്ള സംഗതികൾ ഫത്താവൽ ഹദീസിയയിൽ പറഞ്ഞെടുത്ത് അവിടെ റസൂലുള്ളാഹിന്റെ വിലാദത്ത് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അത് കറാഹത്താണ്, അത് നമ്മളെ എഴുതിപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്ഥലം കണ്ടപ്പോഴാ ദൈവത്തിൽ ചെന്നപ്പോ ദൈവത്തിലെ അലിമ്യങ്ങള് ഇതിനെതിരാ ഈ നൃത്തത്തിന്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾ മൗലിദ് നടത്തുന്ന ഈ ഇങ്ങനെയൊക്കെയുള്ള മൗലിദാനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ വിലാദത്ത് പറയുമ്പോ എഴുന്നേറ്റിരിക്കുന്ന ശരിയല്ല എന്ന് നിങ്ങളെ വലിയ ഫഖീഹല്ലേ ഇബ്നു ഹജർ തങ്ങള് മൂപ്പരന് പറയണമല്ലോ. അപ്പോഴാ നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കുമ്പോ ശരിയാണുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുസ്ഥാന കത്തെഴുതി ഇങ്ങനെ ഭർത്താവിലേക്ക് കാണുന്നുണ്ട്, നമ്മളാണെങ്കിൽ നീച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഉസ്താദ് പറഞ്ഞ അത് എന്നൊന്നല്ല, അപ്പൊ അത് കാണാത്തോരല്ല നമ്മളെ അലിമികളൊക്കെ. അത് ശാരിയായിട്ട് എന്റെ ഭർത്താവല്ലേ തീയിലേക്ക് മറുപടി ചെയ്തിട്ടുണ്ട്. ഞാൻ ദൈവബന്ധ് വന്നതിന് ശേഷം ചാലയത്ത് പോയി ഇതൊന്നും കണ്ടുപിടിക്കണല്ലോ. അപ്പൊ കണ്ടു നടന്നിടത്ത് എഴുതിയിട്ട സ്ഥലത്ത് പിന്നെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഒരു മാസം മാത്രമല്ല, അങ്ങനെ പെരുത്തെഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെയൊക്കെ മൂപ്പരെ കണ്ണെത്തിയില്ലേ നോക്കും. അപ്പൊ അതിലുണ്ട് ഇബ്നു ഹജർ പറഞ്ഞത് മൊത്തം വിലാദത്ത് വരുമ്പോ നിൽക്കുന്നത് സംബന്ധിച്ചല്ല, അതിന് കുഴപ്പമില്ല എന്ന് സുബുക്കിമാൻ പറഞ്ഞിട്ടുണ്ട്. സുബുക്കിത്താവും രേഖയെ കൂടുന്നു. ഈ പറഞ്ഞ ഒരു പ്രത്യേക സംഗതിയെ പറ്റിയാണ്. അത് ഇബ്നു ഹജർ തന്നെ മൂപ്പരുടെ അദ്ദുറു മൻദൂദ് എന്ന കിതാബില് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഇബാറത്ത് ചെയ്തിട്ട്. അപ്പൊ എന്താ അത് റസൂലുള്ളാഹിന്റെ വിലായത്ത് പറയുമ്പോൾ എഴുന്നേറ്റേക്കൽ സുന്നത്താണ് എന്ന ആ വിശ്വാസത്തോടെ ചെയ്യുന്നത്. അങ്ങനൊന്നുമില്ല. പിന്നെ റസൂലുള്ള ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഇക്റാമില്ലേ നമ്മൾ എഴുന്നേറ്റിക്കണില്ല. ആലിമ്യങ്ങൾ എഴുതുമ്പോൾ നമ്മളെ കാണാൻ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റിക്കണില്ല. അപ്പൊ ഇക്റാമ് എന്ന നിലക്ക് ചെയ്യാൻ പറ്റിയല്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഏതുപോലെ അതിന് ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞേ വലിയ ഉലമാവൊക്കെ കടന്നു വരുമ്പോ ഇക്റാം ചെയ്തുകൊണ്ട് മറ്റു ഉദാഹരണം പറഞ്ഞത് നമ്മുടെ കഅബന്റെ വാതിലിന് പൊന്നുകൊണ്ട് കെട്ട് കൊടുക്കുക. നമ്മൾ പിച്ചളോണ്ട് സ്ഥാനത്ത് സ്വർണത്തിന്റെ കെട്ട്, അത് ജായിസാവും എന്ന് പറഞ്ഞിടത്ത് കഅബത്തിന്റെ വാതിലിന് മൊത്തം സ്വർണ്ണാക്കലോ ഓക്കെ. ഇപ്പൊ കഅബത്തിന്റെ വാതിൽ സ്വർണ്ണാണ്, മരത്തിന്റെ മേലെ സ്വർണത്തിന്റെ പല ഒന്നിച്ച് പതിച്ച്. അപ്പൊ അത് പറ്റൂലേ? അന്ന് ആ സമയത്ത് ബെടും തുറക്കണ്ടേന്ന് മതി. അപ്പൊ നമ്മള് കിതാബിലൊക്കെ പറ്റൂല എന്നാണ്. കെട്ടിക്കലും നേരെ ഒന്നായിട്ട് ഊർണാക്കലും വ്യത്യാസമുണ്ട്. കെട്ടിക്കലാകുമ്പോ ഇങ്ങനെ കെട്ട് വാതിൽക്കൊക്കെ ഓരോ കെട്ട് 3-4 കെട്ടൊക്കെ ഉണ്ടാവും ഒരു പൊളിന്റെ. ഇത് വാതിലെന്ന് ഒന്നായിട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമ്മള് ഫിഖിന്റെ കിതാബിൽ കാണാം
അങ്ങനെ ചെയ്യല് എന്താണ്? കാബിനോട് ചെയ്യേണ്ട ഒരു ആദരവാണ് എന്ന് എനിക്ക് ചെയ്യാൻ പാടില്ല. ആ ആദരവിന്റെ പരമാവധി അപ്പോൾ കെട്ടിക്കൽ പറഞ്ഞു. ഒരാളിഞ്ഞ് ബഹു അല്ല ബറു ഒരു ഇക്റാം എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. ആ തകരിമത്ത് ഉദ്ദേശിച്ച് ചെയ്തു വെച്ചിട്ട് പ്രശ്നമില്ല. അപ്പൊ ചെറിയൊരു വ്യത്യാസം രണ്ടിൻ്റെ ഇടയിൽ എന്ന പോലെയാണ് ഇപ്പൊ പറഞ്ഞത്. അവരെ മഹാന്മാരുടെ പിന്നെ അരികളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇക്റാം ചെയ്യല്ലേ എന്ന മാതിരി തന്നെ ഇവർ കടന്നു വരുമ്പോഴും അപ്പൊ ആ പ്രതീതിയല്ലേ പോലും ജനിക്കണ ഒരു സംഗതി പറയാം. പ്രസവിക്കാനാവുന്നവരെയുള്ള സംഗതി ഒക്കെ കൂടുതലും പറഞ്ഞിട്ട് പിന്നെ പ്രസവിക്കണ ആ സമയം ആണ് പറയണം. അപ്പൊ നമ്മൾ ഒരു ഇക്റാമിന് വേണ്ടി എഴുന്നേറ്റിരിക്കണം. ആ പ്രശ്നമില്ല. ഉസ്താദ് ഇവിടെ ശൈഖുമാരെ കുറിച്ച് സംസാരിച്ചു. അപ്പോ സ്വാഭാവികമായിട്ടുമുള്ളൊരു സംശയം, ശൈഖുമാർ എത്ര വിധമുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അതിനെക്കുറിച്ചൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഷെയ്ഖുമാർ 4 ഇനത്തുണ്ട്. ഒന്ന് ഷെയ്ഖു തഅലീം, പഠിപ്പിച്ചെന്ന ഉസ്താദന്മാരാണ്. അതാണ് ഒന്നാമത്തെ ഷെയ്ഖ്. പഠിപ്പിച്ചേർന്ന ഉസ്താദന്മാരെ കൈവിടുന്ന എല്ലാ ഷെയ്ഖുമാരും തെറ്റാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന മറ്റേ ഷെയ്ഖുമാരൊക്കെ അതാ അവരിപ്പൊ പഠിപ്പിച്ച ഷെയ്ഖിന് ഒരു വിലയില്ല അല്ലേ? എ പി ഉസ്താദിന്റെ അരികിൽ നിന്ന് പഠിച്ചു, സക്കാഫിയായി, ബിരുദം കിട്ടി, പോന്നു. എന്നിട്ട് പിന്നെ എ പി ഉസ്താദിന്റെ ഇതില്ല, എന്താ ഈ തരീക്കത്തരാണ്. അങ്ങനെയല്ലേ നമ്മളെ കാണുന്നത്. അപ്പൊ ഷെയ്ഖു തൈമിനെ ഒഴിവാക്കിയാണ് പിന്നെ ഷെയ്ഖില്ല. അത് ഒന്നാമത്തെ ഷെയ്ഖ് അതാണ്, ഷെയ്ഖു തഅലീം. 2 ഷെയ്ഖു തബറുക്ക്. അതാണ് നമ്മൾക്ക് ഒരുപാട് ഷെയ്ഖുമാർ ഒക്കെ തെർബിയത്തിന് ഷെയ്ഖൊന്നല്ല. അതൊക്കെ നമ്മൾ ബറക്കത്തിന് വേണ്ടി അവരേറ്റ് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബക്കർ ഉറയുല്ലാഹി അബൂബക്കർ മുസ്ലിയാർ, എവിടെ? ആലുവ അബൂബക്കർ മുസ്ലിം കക്കെടുപ്പവും ബഹുമാനിച്ചിരുന്നതാണ്. മൂപ്പരെ ഞാൻ കാണാൻ പോയി, കണ്ട് ചെയ്യിപ്പിച്ച കാണാം. മൂപ്പര് ചെല്ലാനും പറയുന്നു കൂട്ടൊന്നുമില്ല. മൂപ്പര് ഒരു ഹാല് നമ്മളെ വിചാരിച്ച ഹാലല്ല. അവൻ മൂപ്പര് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ബാപ്പുലേ, പിന്നെ പറഞ്ഞ ബഹുമാനപ്പെട്ട കക്കടിപ്പുറം നോക്കും മുസ്ലിയാര്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം കണ്ടാണ് ബഹുമാനപ്പെട്ട മജ്ദൂബായിരുന്ന അബ്ദുർ റസാഖ് മസ്താൻ കണിയാപുരം, അവരെ ഞാൻ കണ്ടു. പിന്നെ അവരെ കാലശേഷം ഉണ്ടായിരുന്ന പലരും കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ എന്താണ് കയ്പമംഗലം കരീമാജി. പിന്നെ അതേപോലെ തന്നെ അന്തൂർ, അവരൊക്കെ നമ്മള് ബന്ധപ്പെട്ടവും അവരിൽ നിന്നൊക്കെ ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിയിട്ടുമുണ്ട്. താജുൽമീന്നിന്റെ ബറക്കത്തിന് വേണ്ടി വേറെയും ഒരു പലതും വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ ആരും എതിർക്കാൻ സംഗതിയില്ല. ഇതാണ് ഷെയ്ഖു തബറുക്ക്. മൂന്നാമത്തെ ഷെയ്ഖ് ഷെയ്ഖു തർഖിയത്ത്. അതും വലിയ മഹത്തുള്ള ഷെയ്ഖ. ഒരു സ്ഥാനത്ത് മറ്റൊരു സ്ഥാനത്ത് കയറ്റാൻ കഴിവുള്ള ആള്. അതാ തർഖിയത്ത്, കയറ്റി. അപ്പൊ അങ്ങനത്തെ ഷെയ്ഖന്മാര് അയാളെ മുരീദന്മാരെ ഒരു മക്കാമെന്ന് മറ്റേ മക്കാമിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് തർഖിയത്ത്. ഒക്കെ ഒരുപാട് പറയേണ്ടത് എല്ലാം കൂടി ഞാൻ പറയണില്ല. 4-മത്താണ് ഷെയ്ഖു തർബിയത്ത്. അതാണ് വലിയ സംഗതി, ഷെയ്ഖു തർബിയത്ത്. അതിനെപ്പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തെർബിയത്ത് മുറിഞ്ഞു എന്ന് ചിലർ പറഞ്ഞല്ലോ. അപ്പൊ മുറിഞ്ഞു പറഞ്ഞാൽ കാമിലത്തായ തെർബിയത്ത് മുറിഞ്ഞു എന്നാണ്. തെർബിയത്തിന് നസ്രീ മുറിഞ്ഞു എന്നല്ല. അത് യാമന്നാൾ വരെ ഇവിടെ നിലനിൽക്കും എന്നാണ്. അതിപ്പോ തബറുക്കിന്റെ ഷെയ്ഖിന് ഉദാഹരണം പറഞ്ഞപ്പോ അന്ത്രുപ്പാപ്പ, കണിയാപുരം
അബ്ദുറസാഖ് മസ്താൻ, ഇങ്ങനെ ഒരുപാട് ആളുകളെ പറഞ്ഞു. ഇവരൊക്കെ ഉലമാ അടക്കമുള്ള ആളുകൾ വലിയകളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. പക്ഷെ ഇവരെ മുറബിയായ ശൈഖായിട്ട് പറയുന്നില്ല. അപ്പോൾ വലിയും മുറബിയായ ശൈഖും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. വലിയ ആമാണ്, ഷെയ്ഖ് ഹാസാണ്. വിലായത്തിന്റെ മർത്തബയിൽ പല മർത്തബക്കാരുണ്ട്. അപ്പൊ വിലായത്തിന്റെ മർത്തബയിൽ ഒരു സംഗതി, ദീനിയായ സംഗതിയൊന്നും പരിഗണിക്കാത്ത മജ്ദൂബീങ്ങളൊക്കെ പോകും. മജ്ദൂബീങ്ങൾ എന്തിനു പറ്റൂല? ഷെയ്ഖ് പറ്റൂല. അതുകൊണ്ട് ഷെയ്ഖ് പറഞ്ഞാൽ ഞാൻ പോയ വഴി, ആ വഴിക്കൂടെ എൻ്റെ മരീതിമാരെയും കൊണ്ടുപോകണം. അതിന് പോയ വഴിന് മുമ്പിൽ എനിക്ക് അതാ മജ്ദൂബ് പറഞ്ഞു. അപ്പൊ അവന് മറ്റൊരാളുണ്ടാക്കാൻ കഴിയില്ല, ചേർക്കാൻ കഴിയില്ല, ചേർക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ മജ്ദൂബായ ആളെ ഷെയ്ഖായി സ്വീകരിക്കാൻ പറ്റൂലെന്ന് നമ്മളെ തസവുഫിന് എല്ലായിട്ടവരുണ്ട്. ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ അസീസ് അൽ ഖാദിരി, മൂപ്പരുടെ ഒരു കിതാബനുണ്ട് തസവുഫില്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. പേര് മജ്ദൂബായാലും ശേഷമാകാൻ പറ്റൂല. കാരണം മജ്ദൂബന് അവന് പോയ വഴി പോകുമല്ല. ഈ ഉദാഹരണമായി പറഞ്ഞ്, നല്ല ഉദാഹരണം പറഞ്ഞു. ഒരാള് ഒരു വഴിക്ക് പോയി, ഇവിടുന്ന് കോഴിക്കോട് പോവാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കോഴിക്കോട് വരെ എല്ലാ റോഡുകളൊക്കെ കണ്ടു. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആയിക്കൂടെ പോകണ്ട, നേരെ എന്താ പോകുന്നത് എല്ലാം പറഞ്ഞ് അയാൾ പഠിച്ചു. കോഴിക്കോട് തോന്നുന്നു ഉങ്ങയല്ല. എന്താ രണ്ട് തരക്കാര് ആൾക്കാര് എത്ര വട്ടം പോയാലും മോനക്ക് വഴി അറിയില്ല. അതെന്താ? കയറിയപ്പോൾ തുടങ്ങി ഉറക്കാണ്. അവിടെ ഉറങ്ങാൻ വരെ ഉറങ്ങും. പിന്നെ മോനെ എങ്ങനെ തിരിയാ? അല്ല, അങ്ങനത്തെ അല്ല. കയറി അവിടെ മുതൽക്ക് അപ്പൊ ഇവിടുന്ന് അങ്ങനെ റോഡ് കയറി എന്നാ അവിടെ മുതൽക്ക് പിന്നെ ഉക്ക പോകണ്ട, അവിടെ നിന്ന് റോഡിന് ഇടത്തോട്ട് പോകണം, അങ്ങനെ കൊണ്ടുപോട്ട് കൊടുത്തിന്, പിന്നെ വലത്തോട്ട് പോകണം. അങ്ങനെ ഇതൊക്കെ അവന് പഠിച്ചു. ഈ പഠിച്ച ഒരാള് ഞാൻ പോയ പോലെ ഓനെ പറഞ്ഞു കൊടുക്കാം, അത് പറ്റുമല്ലോ. അതേ സ്ഥാനത്ത് ഞാൻ ഇവിടുന്ന് ബസ് കയറി അല്ലെങ്കിൽ കാർ കയറിയപ്പോൾ തുടങ്ങി ഉറക്കാണ്. അവിടെ എത്തോളം തുടങ്ങി. അവിടെ എത്തിയപ്പോൾ മറ്റുള്ളവരൊക്കെ കോഴിക്കോട് കരിങ്കോളിയറണം. അപ്പൊ അതിന് തുടങ്ങി ഇവന് വേറൊരാൾക്ക് കോഴിക്കോട്ടേക്കുള്ള വഴി നോക്കില്ല എന്ന വരെ മജ്ദൂബിന്റെ ഹാല് ഓനെ മക്സൂദിൽ എത്തിക്കണം. പക്ഷെ വഴി അറിയില്ല. വഴി അറിയാതെ എത്തിയവന്റെ കൂടെ പിന്നെ പോകാൻ പറ്റില്ല. ഈ മജ്ദൂബിന് എങ്ങനെയാണ് ജദ്ബ് ഉണ്ടാകുന്നത്? അതായത് ഉസ്താദ് മജ്ദൂബിന് ജദ്ബ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോൾ മജ്ദൂബ് അള്ളാഹുവിലേക്ക് സാലിക്കായ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് വഴി അറിയാതെ പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഴ്ച കൊണ്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാണത് സംഭവിക്കുന്നത്? അത് വിലായത്തിന്റെ മർത്തബയിൽ ജദ്ബ് എന്ന് പറയുന്നത് കുറവാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ജദ്ബൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു സാറാവുള്ളൂ എന്നാ നമ്മൾ വിചാരം. ഒരാള് നേരത്തെ നിസ്കരിച്ച് നേരത്തെ നോമ്പറ്റ് എല്ലാം കൃത്യമായി ചെയ്യുമ്പോൾ അയാൾ ഔലിയെന്ന് തോന്നൂല, അല്ലേ? നേരെ വെച്ച് അയാൾ നിക്കേശമില്ല, നോമ്പ് നോക്കൂല, ഇങ്ങനെ കൂടി നടക്കുകയാണെങ്കിൽ അപ്പൊ അയാൾ ഒരു ഔലിയാണ്. ജനങ്ങൾക്ക് അങ്ങനെ ഒരു വെപ്പുണ്ട്. അപ്പൊ ജദ്ബ് ഒരു വലിയ വിലായത്തിന് പുറത്ത് വെച്ചിട്ടാണ് തെറ്റാണ്. ജദ്ബ് പറഞ്ഞ വിലായത്തിന്റെ അർത്ഥമല്ല, റുത്തുബ കുറഞ്ഞതാ. അതുകൊണ്ട് അമ്പിയാവിൽപ്പെട്ട ഒരാൾക്കും ജദ്ബില്ല. ജദബ പറഞ്ഞാൽ വലിച്ചു എന്നതിന്റെ അർത്ഥം. അപ്പൊ ജദ്ബ് പറഞ്ഞത് വലിയാണ്. അപ്പൊ ഏതുപോലെ കാന്തം ഉണ്ടല്ലോ, ഇരുമ്പിനെ വലിക്കൂലേ, ഇങ്ങനത്തെ ഒരവസ്ഥ മനുഷ്യന് വരും. എപ്പോ ഞാൻ വേണ്ട വേറെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ദേവാ കോളേജ് ഉണ്ടാവും ചിലപ്പോ. അപ്പൊ ദേവാ കോളേജില് ദീനും പഠിക്കണം, ഭൗതികവും പഠിക്കണം. അപ്പൊ ഒരു കുട്ടനെ ദേവയെ കൊണ്ട് ചേർത്തു.
ചേർത്ത് നോക്കുമ്പോ ആ കുട്ടി കിതാബ് നന്നായി പഠിച്ചെങ്കിൽ ഭൗതികമായിട്ടുള്ള സംഗതി മോൻ തീരില്ല. ചില കുട്ടികൾ നേരെ മറിച്ച് മോന് ഭൗതികം നല്ല ഉസാറായിട്ട് ദീനിയായിട്ട് ഒരു സംഗതി ചെയ്യില്ല. എന്തായി കാരണം? എന്താ കാരണം? രണ്ടും കൂടി ഏകോപിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാൻ മാത്രമുള്ള പക്വതയും പാകതയും ഓന് ഇല്ലാന്നായിരുന്നു. അപ്പൊ ഓനെ കഴിവ് കുറവാണ്. ഓനെ സർഫ് കൂടിയതല്ല, അല്ലേ? സർഫ് കൂടിയതിനായിരുന്നു എന്താ? രണ്ടും കിട്ടും. ദീനിയായിട്ടും എപ്പോഴും പരീക്ഷയും നല്ല മാർക്ക് വാങ്ങും, ഭൗതികമായിട്ടും വാങ്ങും. അപ്പൊ ഓന്റെ കഴിവാണത്. മറ്റു കഴിവ് കുറവാണ്. എന്ന മാതിരി ദുന്യാവും ദീനും തമ്മിൽ ഇങ്ങനെയാണ് വ്യത്യാസം. ദീനിയായ അറിവെല്ലാം കൂടി കിട്ടുമ്പോ ഭൗതികമായ അറിവ് കുറയും. ഭൗതികമായ എല്ലാം കൂടി കിട്ടുമ്പോ ദീനിയായതും കുറയും. രണ്ടും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുന്നത് വളരെ അപൂർവമാണ് ആളുകൾക്ക്. അപ്പൊ ഈ കഴിവ് കുറവാണ് ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ ജദ്ബ് പറഞ്ഞത്. അതുകൊണ്ടാണ് അമ്പിയാക്ക് ഇല്ലാതെ. അമ്പിയാക്ക് കഴിവാവില്ല. കാരണം ഓരോ അല്ലാഹുവിൽ നിയോഗിച്ചത് അവർ സ്വയം നന്നാൽ മാത്രമല്ല സമൂഹത്തെ സമുദ്ധരിക്കാനും കൂടിയാണ്. അപ്പൊ സമൂഹത്തിന്റെ സമുദ്ധാരണം പേർക്ക് നടക്കണമെങ്കിൽ അതുകൊണ്ട് അറിയണ്ടേ സമൂഹത്തിന്റെ മാറ്റമറികൾ, കാലികമായി വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളണം. അതൊന്നും അറിയില്ല. വെറും ആഹൃത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറ്റില്ല. അപ്പൊ രണ്ടറിവും ഉണ്ടാകുമ്പോഴാണ് ഗമാലിയത്ത് കൂടുതൽ. ഒന്നിൽ മാത്രം ചുരുങ്ങി മറ്റേ ഉണ്ടായില്ല. അപ്പോഴാണ് ചെയ്തത്. അത് പറഞ്ഞതില് ചില ആക്ഷേപം പറയുന്നവർ പറയാറുണ്ട്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മജ്ദൂബുകൾ ഇല്ലല്ലോ, അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബുകൾ ഇല്ലല്ലോ. അപ്പൊ അതിന്റെ കാരണം അവർക്ക് ഈ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ രണ്ട് മാർഗങ്ങളും കൃത്യമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളുകളാണ് അവര് എന്നുള്ളതാണ്. അപ്പൊ ഈ മസ്താന്മാര് എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അവർ തന്നെയാണോ ഈ മജ്ദൂബുകൾ? അല്ല, ജദ്ബിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് മസ്താൻ. ഇപ്പൊ ഇതുപോലെ ഹംറും മറ്റും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചാൽ ഏതൊരാൾക്കും മസ്തുരും. അത് ബിൽക്കുല്യത്ത് അവന് വൈബത്ത് ഈ സമനിലയിൽ നിന്ന് പറ്റാൻ പോയി. ഇങ്ങനത്തെ ഒരവസ്ഥ ചിലപ്പോ ഔലിയാക്കൾക്ക് വരും. ഒരു വിഷയത്തിൽ ഓരോ ചിന്തയാണ്ട് പൂണ്ടു പിടിച്ചപ്പോ മറ്റേനെ പറ്റി ഏതുമില്ല. അതിന് റാസിമാമൻ ഉദാഹരണം പറഞ്ഞ കാണാം. ചില കച്ചവടക്കാര് പൈസ ഉണ്ടാക്കാന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. അപ്പൊ പാത്താമുട്ടി കയറിയിട്ടുണ്ട്, പാത്തിയില്ല. ഭക്ഷണം കഴിക്കാൻ വിശന്നുണ്ടായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നപ്പൊ കഴിക്കണം, വിസർജിക്കണം എന്നൊരു ഇതുണ്ടോ? അതുമില്ല. അത് പിടിച്ചു നിർത്തിയാകുമ്പോൾ പൈസ വാരി കൂട്ടല്ലേ. അപ്പൊ ഹിബ്ബുൽ മാൽ അങ്ങോട്ട് ഗാലിബായപ്പോ മറ്റേതൊക്കെ മറന്നുപോയി. ഇതാണ് ഈ മസ്താന്മാർ തമ്മിൽ. അവർക്ക് ഉഹറബിയായ സംഗതികളിൽ മാത്രം അവർ ചിന്ത അങ്ങോട്ട് പോയപ്പോ ദുന്യവിയായ സംഗതികൾക്കൊന്നും വിസ്മരിച്ചു പോയി, മറന്നുപോയി. ഇങ്ങനത്തെ ഒരവസ്ഥ ചിലർക്കുണ്ടാവും. അവരാണ് യഥാർത്ഥ മസ്താന്മാർ. വെറുതെ പേരിടലല്ല, വേറൊരു പേരാണ്ടക്കല്ല മസ്താനത്തെ മസ്താനത്തെ. അങ്ങനെ മസ്താനൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥ ആക്കിയും വന്നാൽ ഓരെപ്പറ്റി പറയാം മസ്താൻ. നമ്മൾ മജ്ദൂബ് എന്ന് പറയുന്നവര് ജനങ്ങളുമായി നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തുകയും ജനങ്ങള് ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് സമീപിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകളിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നതൊക്കെ ശരിയാകുന്നുണ്ട്, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ജദ്ബ് എന്ന് പറയുന്നത്? അത് ജദ്ബ് രണ്ടു തരത്തിൽ വരാം. അതൊന്ന് ആക്ഷേപിച്ചുകൂടാ, എന്നതൊരു മുതലെടുപ്പാക്കിയും കൂടാ. ജദ്ബിന്റെ ആല് ചിലപ്പോ ഒന്നിൽ മാത്രം വരാം. ദീനിയായ കാര്യങ്ങളൊക്കെ അവന് ജദ്ബിന്റെ ആലത്ത് വരും. അല്ലാതെ ജനങ്ങളെ സമീപിക്കുമ്പോ അതൊട്ടില്ല, ഇനി വരാം. ഇങ്ങനെ ചില ഔലിയാക്കൾക്ക് തന്നെ വരാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ പൊതുവായിട്ട് നമ്മൾ പറയാൻ പറ്റിയ ഒരു സംഗതിയല്ല.
കാരണം ഇതിൽ കൂടെ കുറേ കള്ളന്മാർ കയറിയിരുന്നത്. അവർ ദീനിനെതിരായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദീനിൻ്റെ ഈ വിഷയത്തിലൊക്കെ ജതുവാണ്, മറ്റൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ പറയും. അപ്പം അവർക്ക് വഴിവെക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെ തുറന്നു വെക്കാത്തത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകളോടൊന്നും സഹവസിക്കാൻ പാടില്ല എന്ന പൊതു നിയമമാണ് വെക്കുന്നത്. കാരണം സഹവസിച്ചു കഴിഞ്ഞാൽ ബൽക്ക് അവരോട് താപിയായിട്ട് ഈ ഓരോ വാദഗതികൾ വരും. സറായിനെ വലിച്ചെറിയന്നെ ഞങ്ങൾക്കത് പറ്റും, ഞങ്ങൾ ചെയ്യാൻ ചെയ്യലുണ്ട് എന്നൊക്കെ പറയില്ലേ. ഓലെ ചെയ്യുന്നതിന് പ്രത്യേക ദീനുണ്ടാ? ദീനെല്ലാവർക്കും അള്ളാഹുത്തെ ഒറ്റ ദീനിൽ ലഭിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ വാദഗതിയിലേക്ക് ചില എത്തുന്നത് ഇത് മുഖേനയായതുകൊണ്ട് ഇത് പരസ്യമായി നമ്മൾ കൊടുക്കൂല. യഥാർത്ഥത്തിൽ ഹക്കായ ചില സൂഫിയാക്കൾ ഇങ്ങനെ കാണുന്നിടത്ത് ഇതാണ് എൻ്റെ തൗജീഹ് എന്ന് വെച്ച് പൊതുവെ ഇങ്ങനെ വഴിവെച്ച് കൊടുക്കാൻ പാടില്ല. പിന്നെ ചില മഹാന്മാരെ കുറിച്ച് അവര് കുത്തുബുകളിൽപ്പെട്ടവരാണ്, അതുപോലെ തന്നെ അബ്ദാലുകളിൽപ്പെട്ടവരാണെന്നൊക്കെ പറയും. അത് എങ്ങനെയാണ്? അവർ തന്നെ പറയുന്നതാണോ, അതല്ല അത് നിർണയിക്കാൻ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? അത് നിർണയിക്കാൻ ഔലിയാക്കൾക്ക് തന്നെ വലിയനെ മർത്തബ പറയുള്ളൂ. ലാ എരീഫുൽ വലിയ ഇല്ലൽ വലിയ, അത് പൊതു തത്വം. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിലായത്ത് സൂറ, വിലായത്ത് കുബറ, വിലായത്ത് രണ്ട് മർത്തബുണ്ട്. ഇത് നമ്മുടെ തഫ്സീറുൽ ബയാൻ, തഫ്സീർ റൂഹുൽ മആനി, അതിലൊക്കെ ഉണ്ട്. വിലായത്ത് സൂറ എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിതം ഷറൈന് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ വാജിബുകളും എടുക്കുന്നുണ്ട്, പരമാവധി എല്ലാ സുന്നത്തുകളും എടുക്കുന്നുണ്ട്, മുഹറമാത്ത് ഒന്നും ചെയ്യുന്നില്ല, കറാഹത്ത് പോലും ചെയ്യണത് കൊണ്ട് സൂക്ഷിക്കും. ഇനി ഇതൊന്നുമല്ല, മുബാഹായ ഒരു സംഗതിയാണ്. ആവശ്യമില്ല മുബാഹ ചെയ്യും, ആവശ്യമില്ലാത്ത മുബാഹാണെങ്കിലും വേണ്ട നോക്കും. ഒരു മുബാഹാണല്ലോ തലാക്കില്ല. എൻ്റെ പെണ്ണ് ഇത് കിട്ടിയാൽ എനിക്ക് തലാക്കല്ല പറ്റും, പക്ഷേ ആ മുബാഹിൽ നിന്ന് ഫുളൂലാണ്. തലാക്ക് ചെല്ലേണ്ട ഒരവസ്ഥ എത്തുമ്പോഴല്ലാതെ തലാക്ക് ചെയ്യിക്കൂടാം. പരമാവധി തലാക്കിൽ നിന്ന് ഒഴിവാകണം. അതുകൊണ്ടാണ് പെട്ടെന്ന് തലാക്കിലേക്ക് എത്താൻ ശരിയല്ല. ആ ഫുളൂല്, മുബാഹിൽപ്പെട്ട ഫുളൂൽ എന്ന അനാവശ്യ മുബാഹിൽ, അതും കൂടി ചെയ്യാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ഓനെ പറ്റി വലിയ നമുക്ക് പറയാം. എന്താ? അവൻ അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ കൊണ്ട് നിന്ന് പോരുന്ന ആളാണ്. വലിയ ഫായിലാണ് അതിന് വരുന്നത്. ഫായിലിന് മേനാക്കും വരും, മക്കൂലിന് മേനാക്കും വരും. ഫായിലിന്റെ മേനാക്കുള്ള വലിയാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ കൊണ്ട് നിന്ന് പോരുന്നവൻ എന്നാ വലിയ. ഇത് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ വലിയ, അതാണ് വിലായത്ത് ഹാസ. എന്താ? അള്ളാന്റെ കാര്യം നമ്മളേറ്റെടുത്തതല്ല, നമ്മളെ കാര്യം അള്ളാഹ് അങ്ങോട്ട് എത്തി. അതാണ് വിലായത്ത് കുബറ. ഇത് എല്ലാവർക്കും അറിയില്ല, അതിന് അടയാളമൊന്നുമില്ല. അവിടെയാണ് വിലായത്ത് വലിയ. ആ വിലായത്ത് മക്കാമിലാണ് നിങ്ങൾ പറഞ്ഞ കുതുബ്, ഹൗസ്, അബുദാല്, മുജബാഹ്, നുഖബാഹ്, അഹിയാറ്, അങ്ങനെ പല മർത്തബല്ലേ. അതൊക്കെ ആ മർത്തബ. അവിടെ ആ മർത്തബ ഒരാൾക്ക് ഏത് മർത്തബേ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പറ്റി ചിലത് പറയും, ആ മൂപ്പര് മടവൂരിനെ അംഗീകരിക്കൂല. ഞാൻ മടവൂരിന് നേരത്തെ ബന്ധമുള്ള ആളാണ്, പല ബന്ധവും എനിക്കുണ്ടായിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അസർവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൂപ്പരെ പറ്റി കുത്തുബുല്ലാലം എന്ന് പറഞ്ഞ് ഞാൻ പറയില്ല. അതപ്പ പറഞ്ഞു, എന്നല്ല വിലായത്ത് അംഗീകരിക്കുകയല്ല. കുത്തുബുല്ലാലം എന്നാണ് മൂപ്പരുടെ പേര്. ആരാണ്? അതാ മൂപ്പർ മഹത്തുമായിരുന്നു. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ കുത്തുബുസ്സമാണ്. അത് നമ്മൾ പറയില്ലേ, കുത്തുബുസ്സമാണ് മമ്പുറം തങ്ങൾ. അതാരായിരുന്നു? അത് പറഞ്ഞു അവിടെ ഉണ്ടായിരിക്കണ്ട പറഞ്ഞേക്കണ ആരാ പറഞ്ഞത്?
മൂപ്പരുടെ മുരീദും കൂടിയായിരുന്നു. വലിയ അൽ ആരിഫു ബില്ലാ, വലിയ ആളുമാണ്. ആര്? ഉമർ ഖാദി അൽ ബിലങ്കൂത്തി, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ. അവരാണ് പറഞ്ഞത് മമ്പറന്തങ്ങൾ കുത്തുബുസ്സമാനാണ്. വെറുതെ ഒരാൾ വന്നുകൊണ്ട് ഞാൻ കുത്തുബുസ്സമാനറിയില്ല. എന്നാലും മഞ്ചേരി അവിടെ ഒരു ചങ്ങായി വരുന്നുണ്ട്. അപ്പൊ അവൻ നോട്ടീസും വാൾപോസും ചോറ് പാറ. അപ്പൊ നോട്ടീസ് ഇല്ല, കുത്തുബുസ്സമാൻ മഞ്ചേരിയിൽ. ഞാൻ ചോദിച്ചു അമ്പത്ത് തങ്ങളോട് നിശ്ചയിച്ചില്ല. അപ്പൊ ആരാ? ഇവിടെ ഈ ആലുവള്ള ഒരു ചങ്ങ പേര് കൊടുത്തത് എന്താ? കുത്തുബ്. ആരെ അയാള് കുത്തുബുസ്സമാനാ പറഞ്ഞത്? ഒരു സുഖരോലുപനായി ജീവിച്ച് പോയ ആളാണ്, നമുക്ക് ശരിക്കും അറിയാം. പിന്നെ അയാൾ കുത്തുബുസ്സമാൻ ഉണ്ടാക്കിയ പേരാ. ആ ജാതി പേര് നമ്മൾ തന്നേക്കില്ല. നമ്മളിപ്പോ ഇബ്നു താങ്കൾ പറഞ്ഞു നാവിമാമിനെ പറ്റി ക്രിസ്പന്റെ ആമുഖത്ത് എന്ത് പറഞ്ഞു? അല്ലാഹു തആല ഉന്നതി കൊടുത്തു, എവിടം വരെ എത്തി? കുത്തുബന്റെ സ്ഥാനം ഭരിച്ചു മൂപ്പര്. ഇലാൻ തഖത്തബ. അവൻ ഇമാമിനെ പറ്റി കുത്തുബോ നമ്മൾ പറയും. അവ എവിടെ നേട്ടി? പറഞ്ഞില്ല. അതെ നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ വിലായത്തിന് മർത്തവക്കാർ പറഞ്ഞ നമുക്ക് എതിരൊന്നുമില്ല. CM വലിയുല്ലാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അങ്ങനെ ഉണ്ടാവാം, അംഗീകരിക്കാത്ത പ്രശ്നമില്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്തെ പോവാൻ പറഞ്ഞതന്നെ. അപ്പൊ അതും പറഞ്ഞു വേറൊരാള്. മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മൂപ്പര് ഞാവും ജതുബിലാവെന്ന് പറഞ്ഞു. എനിക്ക് ജതുവൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെന്തിനാ പറഞ്ഞ? ഒരാള് നിൽക്കിക്കണില്ല, എന്റെ വരുത്ത് വന്നതാണ്, എന്നെ കാണാൻ വന്നതാണ്. ഞാൻ നിൽക്കാരോ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നമ്മളിപ്പോ ജമായത്തായി നിൽക്കും, നിങ്ങളെന്ത് ജമായത്തിനെയും കൂടെ? ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് നിൽക്കോ എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പോയി ഒറ്റക്കായപ്പോ ഒന്നും കൂടെ കഷായം തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് നിസ്കാരം ഉദ്യോഗില്ല, അല്ലെങ്കിൽ എനിക്ക് വാജിബില്ല. മടവൂര് നിങ്ങൾ കേൾക്കണ്ട. അതാ പറഞ്ഞു മടവൂര് മജ്ദൂബല്ലേ, മൂപ്പര് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പറ്റാം. അത് വിശ്വസിക്കാൻ പറ്റാം. മടവൂര് ജയിക്കില്ല. മടവൂരിനെ പറഞ്ഞു നമുക്ക് ജതുബൊന്നുമില്ല, ഞങ്ങൾക്ക് ജതുബുണ്ട് എന്ന് ആരെയും പറഞ്ഞത് തെറ്റാണ്. ആവും ജതുബിലാവും പറഞ്ഞു. ജതുബിന്റെ കാര്യത്തിൽ അതും പറഞ്ഞൂടാ. അപ്പൊ അതൊന്നും എന്ത് പറഞ്ഞാലും ശരി, നമ്മളെ ശരീഅത്തിന്റെ ലാഹിറായ സംഗതിയാണ് നമ്മളെ അഖീദ, നമ്മളെ ഫിഖ്. ഇതൊക്കെ ഇതിനെതിരെ ആര് പറഞ്ഞു സ്വീകരിക്കൂല? എന്റെ പക്ഷം പറഞ്ഞില്ല, സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതിപ്പോ പറഞ്ഞു ലാഹിറു ശരീഅത്തിനെതിരായിട്ട് പറഞ്ഞാല് ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്ന്. എന്നാൽ ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ പറയുന്നത് ലാഹിറു ശരീഅത്താണ്, എല്ലാത്തിനും ഒരു ലാഹിറും ബാത്തിനുമുണ്ട്, ഞങ്ങൾ പറയുന്നത് ബാത്തിനു ശരീഅത്താണ് എന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദ് പറയുന്നത്? അത് തെറ്റാണ്. ബാത്തിനു ശരീഅത്ത് സംഗതി ഇല്ലേ ഇല്ല. ബാത്തിനുൽ ഹഖീഖത്ത് അങ്ങനെയുണ്ട്. ലാഹിറു ശരീഅത്ത് ബാത്തിനുൽ ഹഖീഖത്ത്, ഇങ്ങനെ കിതാബുകളൊക്കെ കാണുന്നു. ഹഖീഖത്ത് എന്ന ബാത്തിൻ എന്നതിൻ്റെ അർത്ഥം. ഹഖീഖത്തിന്റെ ബാത്തിന്. അപ്പൊ ഹഖീഖത്തിന് ലാഹിറില്ല. ഹഖീഖത്ത് എന്ന ബാത്തിൻ. ലാഹിറു ശരീഅത്ത് എന്ന ശരീഅത്ത് എന്ന ലാഹിറു, ശരീഅത്തിന് ബാത്തിനുമില്ല. അപ്പൊ ഹഖീഖത്തിന് ലാഹിറുമില്ല, ശരീഅത്തിന് ബാത്തിനുമില്ല. ഇതാണ് സത്യം. ഇത് ഗസാലി ഇമാം തന്നെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമ്മളെ അയിമത്തൊക്കെ പറഞ്ഞ സംഗതി. എന്നാലും ശരീഅത്തിന് ലാഹിറും ബാത്തിനും തെറ്റാണ്. അങ്ങനല്ല. ശരീഅത്തിന് ഏതോ ബാത്തിന്
ലി കുല്ലി ഷൈഇൻ ലഹ്റും വബത്തുനുൻ എന്ന് പറയുന്ന ഹദീസാണ് അവർ തെളിവായിട്ട് പറയാറുള്ളത്. ലി കുല്ലി ഷൈഇൻ ലഹ്റും വബത്തുനുൻ എന്ന് പറയുന്ന ഹദീസാണ് അതിനവർ തെളിവായിട്ട് പറയാറുള്ളത്. അങ്ങനെ ഹദീസല്ല, കലാമുല്ലാഹിനെ പറ്റി പറഞ്ഞു കൊടുത്താണ് പറഞ്ഞത്, എല്ലാത്തിനും അല്ല. അതിന് പറഞ്ഞു കൊടുത്ത് കുറച്ചും കൂടെ കൂടുതലുണ്ട്. ഖുർആനിന്റെ ലഹറും ഉണ്ട്, ബത്തുനും ഉണ്ട്. ഒലിൽ ബത്തുനി സെബഅത്തു ബത്തുനും. അപ്പൊ ഉള്ളിന് ഉള്ള്, അതിൻ്റെ ഉള്ള്, അതിൻ്റെ ഉള്ള്, അതിൻ്റെ ഉള്ള്, അങ്ങനെ 7 ഉള്ളുകളുണ്ട്. ഒലികുല്ലി വാഹിദിൻ മിൻഹ അൽഫു വജൂഹ്. ഓരോന്നിനും 1000 വജൂഹുകളുണ്ട്. എപ്പോഴത് പറഞ്ഞു തന്നെ? ഖുർആൻ കൊണ്ട് ഒരു കൂട്ടരോട് മുജാദല നടത്തും, മനാദറ നടത്തും എന്ന് പറഞ്ഞപ്പോഴാണ് ഒരിക്കലും പറഞ്ഞു റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൊണ്ട് നടത്തിയാൽ മതി, ഖുർആൻ കൊണ്ട് നീ ആരോടും നടത്തണ്ട. കാരണം ഖുർആൻ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഓല അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൂടെയെങ്കിലും പോയിക്കൊണ്ട് ആ മാന പറയും. മനസ്സിലായോ? അപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കൂട്ടർ ഒരു തരീഖത്തിനുണ്ട്, ഓല് പറഞ്ഞെന്താ, ഖുർആനുണ്ടല്ലോ, ഒലാ തഖറബുസ്സാത്തവാൻതും സുക്കാറ, നിങ്ങൾ സുക്കാറയാണ്, ആ നിലക്ക് നിൽക്കാത്തേക്ക് കേൾക്കരുത്. ഖുർആൻ പറഞ്ഞല്ലേ. അപ്പം ബല് പറഞ്ഞ വിലായത്തിന്റെ പദവിയിൽ സക്റാന്റെ പദവി എത്തിയാൽ പിന്നെ നിൽക്കാൻ വേണ്ട. അപ്പം നേരത്തെ പറഞ്ഞാലും നമ്മൾ ചില ആളുകൾ അങ്ങനെ പറയില്ലേ, മസ്താന്റെ പദവി എത്തിയാൽ പിന്നെ നിൽക്കാൻ വേണ്ട. ഇതൊക്കെ ഈ ഖുർആന്റെ ചില ആയത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് വ്യാഖ്യാനം ചെയ്ത് പറയുന്നത്. അപ്പം ഇവർക്കൊക്കെ ഒരു മാർഗമാകും. അതുകൊണ്ട് ഖുർആനോട് പറയരുത്. ആ ഖുർആന്റെ ഗണ്യതമായ തീരുമാനമാണ് ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മുനാദറ ചെയ്തുകൂടുമെന്ന് അലി ഇബ്നു അബീ താലിബ് ഒരാളെ മുനാദറക്ക് കൊണ്ട് പറഞ്ഞയച്ചപ്പോൾ അയാളോട് പറഞ്ഞില്ല. അതാണ് ആ സംഭവം. ഒരു ഹറാണ്. ഉസ്താദ് ഒരുപാട് ശൈഖുമാരെ, അതായത് ശൈഖുമാരായിട്ട് ജനങ്ങൾ കാണുന്നവരെ എതിർക്കാറുണ്ട്. അതുപോലെ നമ്മുടെ സമസ്തയും ചില ശൈഖുമാരെയും ത്വരീഖത്തുകളെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ബാത്തിനിൽ ശരിയായിക്കൂടെ? കാരണം നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ എന്നാണല്ലോ. യഥാർത്ഥത്തിൽ അവർ വലിയും ശൈഖുമൊക്കെ ആകാൻ സാധ്യതയില്ലേ? സാധ്യത ഉണ്ട്. ഒരു ബൈദായ എത്തിമാല വാഹിറിൽ മുഹറമന്നെ ചെയ്യുന്ന കണ്ടാൽ അല്ല, പിന്നെ അവൽക്കത് മുഹറമല്ല ഹലാലാണ്, അത് നമ്മൾ സമ്മതിക്കില്ല. കാരണം ശരീഅത്ത് എല്ലാവർക്കും ഒരു ശരീഅത്താണ്. ഖവാസുന്നാസിന് വിലായത്ത് പറഞ്ഞാൽ അതാ നേരത്തെ പറഞ്ഞ കൂട്ടർ വിലായത്ത് കൂടെ ചില ഏത് കിട്ടുമെന്ന് അങ്ങനൊന്നുമില്ല. ഇസ്ലാമിൻ്റെ അടിത്തറ പൊടിക്കലാണ്. അതുകൊണ്ടാണ് നമ്മളവർ എതിർക്കുന്നത്. എപ്പോഴും ശരീഅത്ത് നമ്മളെ അസുലാണ്, അസുലം പൊറുസായിട്ടുള്ളതാണ് ശരീഅത്ത്. അതിൻ്റെ മുത്തമ്മിമാണ് തരീഖത്തും ശരീഅത്ത് അല്ല ഹഖീഖത്തും. പിന്നെ അസുലില്ലാതെ പിന്നെ എന്ത് മാമ? അപ്പൊ അസുദ്ദീൻ ശരീഅത്താണ്. നബി തങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും പ്രായപൂർത്തിയും ബുദ്ധിയുള്ള എല്ലാവർക്കും ആമായി ഉള്ളതാണ് ശരീഅത്ത്. ഇത് ഹവാസുന്നാസിന് ബന്ധപ്പെട്ട ചില ഹാസായ സംഗതികളാണ്. അതാ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് ഒരു തരീഖത്തില്ല. കാരണം എല്ലാവർക്കും ഉള്ളിൻ്റെ പുറത്തുള്ളതാണ് ആ പറഞ്ഞ തരീഖത്ത്. എന്നല്ല 3 വഴിയല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ശരീഅത്ത് ഒരു വഴി, തരീഖത്ത് ഒരു വഴി, ഹഖീഖത്ത് വേറെ വഴി. അങ്ങനെ ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ഒരു വഴീൻ്റെ ശരീഅത്താകുന്ന വഴി, അതാണ് അസുലും റസൂലിൻ്റെ വഴി. അതിൻ്റെ തത്മീമാണ് തരീഖത്തിലൂടെയും ഹഖീഖത്തിലൂടെയും നടക്കുന്നത്. അപ്പോൾ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് ഇങ്ങനെ വ്യത്യസ്ത 3 മാർഗങ്ങളല്ല, മറിച്ച് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ പൂർണ്ണമായ ഈമാനിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നുള്ളൂ. അപ്പോൾ ശരീഅത്ത് അനുഷ്ഠിക്കാതെ ത്വരീഖത്തോ അല്ലാതെ ഹഖീഖത്തോ ഉണ്ടായിത്തീരുന്നില്ല. അപ്പോൾ ശരീഅത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ അയാളുടെ ആത്മീയ വഴികളിൽ മുന്നേറി ത്വരീഖത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ പരമകാഷ്ഠയായ ഹഖീഖത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. എന്നല്ലാതെ വഴിയിൽ
ശരീഅത്തിനെ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. പിന്നീട് പുതിയ കാലത്ത് ചില ആത്മീയവാദികൾ, ഒരു ലിബറൽ സൂഫികൾ എന്നൊക്കെ പേരിൽ പൊതുവെ പറയപ്പെടുന്ന ആളുകളുണ്ട്. അവർ ഈ അഖീദയും അതുപോലെ തന്നെ ഫിഖ്ഹും എല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച്, ആത്മീയത എന്ന് പറഞ്ഞാൽ അത് ഒരു മതത്തിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കലാമുകൾ അത് എല്ലാതരം ആത്മീയവാദികളും ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറയുകയും, അങ്ങനെ അത്തരം ജലാലുദ്ദീൻ റൂമി തങ്ങളെപ്പോലുള്ള മഹത്തുക്കളുടെ കലാമുകളൊക്കെ എടുത്ത് അതിലുള്ള ഈ സാഹിത്യപരവും സർഗപരവുമായിട്ടുള്ള മനോഹരമായ കവിതകളും അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളുമൊക്കെ എടുത്ത് അത് ആസ്വദിക്കുകയും മറ്റ് കർമ്മപരമായ കാര്യങ്ങളിൽ പോലും, നിസ്കാരം പോലുള്ള കാര്യങ്ങൾ പോലും തീരെ ശ്രദ്ധിക്കാതെ, ഉദാഹരണമായിട്ട് നരകത്തിൽ തീയില്ല, സ്വർഗത്തിൽ തോട്ടവുമില്ല, എല്ലാം എൻ്റെ ഉള്ളിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ പ്രത്യേക ആന്തരികമായ അർത്ഥമുണ്ട് എന്ന് പറയുകയും അതിൻ്റെ ആനന്ദമാണ് ആത്മീയത, അല്ലാത്തതൊന്നും ആത്മീയത ഇല്ല എന്നും പറയുന്ന ഒരുതരം ആളുകൾ ഇന്ന് വ്യാപകമായിട്ടുണ്ട്. അവരെക്കുറിച്ച് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? അവർ ഇന്ന് മാത്രമല്ല, പണ്ടേ ഉള്ളവരാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയ പേരിലാവുമ്പോൾ അതൊരു പുതിയ സംഗതിയായി തോന്നും. ഇങ്ങനെ പറയുന്ന ആളുകൾ വളരെ പണ്ടുണ്ട്. മനുഷ്യൻ നന്നായാൽ മതി, മതം എന്തായിക്കോട്ടെ. അത് ഇവരുടെ ഈ വാദം തന്നെയാണ്. മനുഷ്യൻ നന്നായാൽ മതി, നിങ്ങൾ ഫിഖിൻ്റെ നിയമങ്ങളൊന്നും പാലിച്ചുകൊണ്ടില്ല. ഇതും പഴയ കാലത്തുള്ളതാണ്. അപ്പം ഇതെല്ലാം എത്തിച്ചേരുന്നത് നേരത്തെ പറഞ്ഞ തന്നെ ഫിഖ് തള്ള, അല്ലൊരു മതത്തിൻ്റെ പ്രത്യേക പരിവേഷം എന്ന് തള്ള. അപ്പോൾ ഒരു മതനിഷേധത്തിലേക്ക് ആണ് ഇതിൻ്റെ മതനിഷേധമാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പറയാം. അതുകൊണ്ട് ഇത് ഒരിക്കലും ഞാൻ അംഗീകരിക്കാമല്ല. ഇത് ഇവർ ചില ഭൗതികവാദികളെ ഭൗതികമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരി തന്നെ, അങ്ങനെ ജനങ്ങളെ തോന്നിപ്പിക്കാനുള്ള ഏതുകളാണ് എടുക്കുന്നത്. അപ്പം ഈ എടുക്കണത് തന്നെ ചില സൂഫിയാക്കളുടെ കലാമുകളോ, സൂഫിയാക്കൾ പറഞ്ഞത് അവരെ അർത്ഥത്തിലാണ്, നമ്മൾക്കതറിയില്ല. അതുകൊണ്ട് സൂഫിയാക്കളെ കലാം നമുക്ക് നോക്കാൻ വരെ പാടില്ല എന്നാ തൊഫയിൽ ഇബിന് ഹജർ പറഞ്ഞു. കാരണം അത് അറിയാത്തവരല്ലേ. അബൂയദ്ദീൻ ഇസ്ലാമി വലിയ ആളാണ്. മൂപ്പർ പറഞ്ഞു, ഒരു ഉദാഹരണം ഞാൻ പറയണം. നഹനു ഫിൽ ബഹറു വൽ അംബിയാഉ സാഹിലഹു. നമ്മൾ കടലിലാണ്, അമ്പിയാക്കന്മാർ അതിൻ്റെ കരിയില്ല. അപ്പം ചിലർ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞ ഔലിയായത്ത് പറഞ്ഞ കൂട്ടുന്നത്, ഒരു വിലായത്ത് നുബുവത്ത് രണ്ട് വഴിയാക്കി. നുബുവത്തിന് വഴി സാധാരണക്കാർക്കും വിലായത്തിന് വഴി ഖവാസിനും. ആ കൂട്ടർ ഇങ്ങനെ പറഞ്ഞു എന്ത്, അമ്പിയാക്കള് കടലിൻ്റെ വക്കത്തെത്തിയിട്ടുള്ളൂ, നമ്മള് കടലിലാണ്. അപ്പം മൈരിഫത്ത് എന്ന കടലിൽ നമ്മളെത്തി. മൈരിഫത്തിൻ്റെ അവൾക്ക് ഒലിപ്പില്ല, ഒലിപ്പം കടൽക്കരയില്ല എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. പോലെയാണ് ഇപ്പം ഈ പറഞ്ഞ ഔലിയായിയെന്ന് നമുക്ക് പറയാം. ഒരു നുബുവത്തിന് നിഷേധിച്ച് വിലായത്തിന് മാത്രം അംഗീകരിച്ച കൂട്ടരാണ്. അപ്പം നിൽക്കാറും നോൽവും അജ്ജും ലൊക്കാത്തവർക്ക് ബാധകമല്ല. ഈ കൂട്ടരെ അങ്ങേറ്റം വിമർശിക്കാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ്. മൂപ്പരുടെ ഒരു കിതാബുണ്ടല്ലോ, എന്താ കിതാബിൻ്റെ പേരിന് സിറുൽ അസ്റാർ, ആ കിതാബുകളുണ്ട്. അപ്പം ഈ കൂട്ടര് ഇതിലേക്ക് ജനങ്ങൾ വല്ലാതെ നടക്കും. യഥാർത്ഥത്തിൽ അബൂ യസീദ് ഇസ്ലാമി പറഞ്ഞ അർത്ഥത്തിൽ ചെയ്യുന്നില്ല. അബൂ യസീദ് പറഞ്ഞ്, ഞങ്ങള് മഅരിഫത്തിൻ്റെ കടലിൽ ഇറങ്ങി, ഞങ്ങൾക്കൊരു രക്ഷ കിട്ടിയില്ല, ഞങ്ങളിപ്പോഴും അതിൽ മുങ്ങിപ്പോകുന്നതാണ്. അമ്പിയാക്കന്മാരൊക്കെ കര പ്രാപിച്ചു പോയി. അപ്പൊ അമ്പിയാക്കൾ വലിയ മഹക്കോമരാണ്, ഒരു കരയിലെത്തി, ഞങ്ങളിപ്പോഴും ഈ കടലിൽ തന്നെയാണ്. അവരുടെ താഴ്മതയാണ് ഒരാൾ പറഞ്ഞത്. ഈ അർത്ഥത്തിന് അബൂ യസീദ് പറഞ്ഞത്. പക്ഷെ അബൂ യസീദ് പറഞ്ഞതിന് അർത്ഥം തിരിയാതെയാണ് ഓല് മറ്റൊരു പൊങ്ങന്മാർ പറഞ്ഞത്. അമ്പിയാക്കൾക്ക് കരയിലെത്താനേ കഴിഞ്ഞിട്ടുള്ളൂ,
കടലിറങ്ങില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കടലിൽ. ഉദാഹരണം അപ്പം അത്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഹല്ലാജിനെ അന്ന് ആളുകൾ കൊന്നു. അതെന്ത്? അയാൾ സംസാരിച്ചത് അയാളുടെ ഇസ്തിലാഹി പ്രകാരമാണ്. അതറിയാത്തവരാണ് കൊന്നത്. അപ്പോ ഷെയ്ഖ് റസൂലുള്ളാഹിയും പറഞ്ഞാൽ ഹല്ലാജിനെ കൊല്ലുന്ന അന്നും ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈപിടിക്കുന്നവർ ആരെ കൈപിടിക്കുന്നതാണ്? ഹല്ലാജിന്റെ കൈപിടിക്കുന്നോ കൊന്നോലെ കൈപിടിക്കുന്നോ? ഹല്ലാജിനെ കൈ ഞാൻ പിടിച്ചു നിന്നാ. അതെന്താ? കൊല്ലണ്ട ഒരു സംഗതി മുമ്പ് തൊള്ളിന്ന് കൊള്ളൂല. ഞാൻ കാക്കും. എൻ്റെ മുരീദില്ലേ, മുരീദി തമസ്സക് ബി ഉകും ബി യവാസിക ഫഅഹമീക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. മുരീദേ തമസ്സക് ബി, നീ എന്നെ കൊണ്ട് തമസ്സുക്കുക. ഉകും ബി യവാസിക, എന്നെ കൊണ്ട് നല്ല ഉറച്ചു നിന്നോ. ഫഅഹമീക ഫിദ്ദുനിയ, ദുന്യാവ് ഞാൻ നിന്നെ കാക്കും. വയൗമൽ ഖിയാമത്തി, ഖിയാമനാളും കാക്കും എന്നല്ലോ മൂപ്പര് പറഞ്ഞു. അപ്പൊ അതുപോലെ അല്ലാതെ നിർത്തിയിരുന്നു. പക്ഷെ അല്ലാതെ കൊല്ലുന്ന ഒന്നേ അല്ല, എൻ്റെ മുമ്പ് മൂപ്പര് കൊല്ലപ്പെട്ടു. മൂപ്പര് കൊല്ലപ്പെടാൻ കാരണം മൂപ്പര് കൈ പിടിച്ച് രക്ഷിക്കാൻ ഒരാളുണ്ടായില്ല. ഇന്നലെ അല്ലാജനെ കൊന്നോലെ കയ്യാൻ പിടിച്ചതൊന്നല്ല. അങ്ങനെ ചില സൂത കള്ളന്മാർ മായനൊക്കെ ഉണ്ട്. അത് ശരിയല്ല. ഇതിലാ ഈ വ്യക്തിന്റെ മായന സൂഫിയാക്കളിന് പറഞ്ഞത് ഇങ്ങനെയുണ്ടോ? ബഹുമാനപ്പെട്ട ദിമീരി, അല്ലെങ്കിൽ ദമീരി എന്ന് പറയാം, ഇമാം ദമീരി, മൂപ്പര് കിതാബില് കൊടുത്ത മാനങ്ങനെ റസൂലുള്ളാഹിന്റെ മനാഖിബിൽ പറയുന്ന കിതാബുണ്ട്. അതിലൊക്കെ മൂപ്പര് കൊടുത്തറത്താം റൂഹുൽ ബയാനുമാണ്. ഇത് ഇവിടെ നമ്മളെ വേളറിന ഇബൽക്കുണ്ട് തെരീക്കത്തിൻ്റെ ആൾക്കാർ ഓല് വെക്കണ ഈ മാന നമ്മളോടും കണ്ടില്ല. ഓല് വെക്കണ എന്താ? കൊന്നോലെ കൈ നമ്മൾ പിടിച്ച് വിലക്കിയെന്നു കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതല്ല, കൊന്നോല് കൊന്നത് നിയമപ്രകാരമുണ്ട്. പക്ഷേ മൂപ്പർ പറഞ്ഞ കലാമ അടിസ്ഥാനത്തിലാണ് കൊന്നത്. ആ കലാമിന് ഇസ്തിലാഹ് പോലും അറിഞ്ഞില്ല. അപ്പോൾ നമ്മളാ ഇസ്തിലാഹ് പഠിച്ചിട്ടുണ്ടെന്നും നമുക്ക് ചെയ്യില്ല. അപ്പൊ ഇസ്തിലാഹ് അറിയാത്ത ആൾക്കാരെ മുന്നിൽ അവരെ ഇസ്തിലാഹ് കൊണ്ട് സംസാരിക്കാൻ പാടില്ല. കെല്ലി വിനാസ കതിരി കൂലിഹിന്നല്ലേ റസൂൽ പറഞ്ഞു. റസൂബാനോട് പറഞ്ഞു നബിതങ്ങൾ എന്ന് വലിയ സാഹിത്യത്തിൽ പറഞ്ഞപ്പോഴാണല്ലോ അത്. ഉസ്താദ് പറഞ്ഞതില്ലേ മഹത്തുക്കളുടെ കലാമ, പ്രത്യേകിച്ചും ഹല്ലാജ് തങ്ങളെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ നിലപാടുകളും, ഇപ്പം ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഖദർ അലൈഹി ഇസ്ലാമിൻ്റെയും നിലപാട്, ആ നിലപാടിനെ കുറിച്ചും ഇവിടെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. അതായത് അവസാനം മൂസ നബി അലൈഹി ഇസ്ലാം പരാജയപ്പെടുകയും ഖദർ അലൈഹി ഇസ്ലാം വിജയിക്കുകയാണല്ലോ ചെയ്തത്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പ്രത്യക്ഷത്തിൽ നിസ്കരിക്കാത്ത ഒരാളെ കണ്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു നടപടിക്കൊരുങ്ങിയ സമയത്ത് അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു പോവുകയുണ്ടായി. അവസാനം ഉമർ റളിയല്ലാഹുവിന് പരാജയപ്പെട്ടല്ലോ, എന്നിട്ട് അവസാനം ഉമർ എന്തായി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുത എന്താണ്? ഈ രണ്ട് തരീഖുകളെയും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഖദർ അലൈഹിസ്സലാം ആണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ മൂസ നബി അലൈഹിസ്സലാം പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മര്യാദകേട് എന്താണ്? അത് രണ്ടും സൂഫിയാക്കള് അല്ലെങ്കിൽ ഉലമാക്കള് വിലത്തിയത് പ്രകാരമല്ല പറഞ്ഞു. അവർ ലായിർ വെച്ച് പറഞ്ഞാണ്. അതൊരിക്കലും ശരിയല്ല. യഥാർത്ഥത്തിൽ ഉണ്ടായത് മൂസ നബി അലൈഹി ഇസ്ലാം എതിർത്തത് ശരിയത്ത് വെച്ചുകൊണ്ടാണ്. ആദ്യം എതിർത്തു, ഇനി എതിർക്കൂലൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എതിർത്തു. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി എഗ്രിമെന്റ് ചെയ്താലും ശരീഅത്തിന് എതിര് കണ്ട പിന്നെ എതിർക്കണം അല്ലേ? അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി ഒരു ഘട്ടവും ഞാൻ ഇനി എൻ്റെ പറഞ്ഞുണ്ടാവില്ലായിരുന്നു. പക്ഷെ മൂന്നാം വട്ടം പറഞ്ഞു. അപ്പൊ ശരീഅത്ത് എപ്പോഴും നിങ്ങൾ എന്തും അർത്ഥം പറഞ്ഞാലും അത് പറഞ്ഞുകൊടുത്ത് പറയും. ബൈഅത്ത് ചെയ്താലും ശരീഅത്തിനെതിരെ വന്നാൽ ധൈര്യപൂർവ്വം എതിർക്കണം, പറയണം. അത് വേറെ വിഷയം. അപ്പൊ അയാൾ തിരുത്തി കൊടുക്കണം. അത് അയാളും ചെയ്യേണ്ടതാ. എന്തല്ലാതെ എൻ്റെ ശരീരത്തിനെതിരുണ്ടാവും എൻ്റെ തരീക്കത്ത് എന്നല്ല.
അതാണ് ഇവരൊക്കെ, അതിനാണ് ഇപ്പം പറയണത്. ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിമർശനത്തിന് അവസാനം പര്യവസാനം ഉണ്ടായത് എങ്ങനെ? ഹദ്റ അലൈഹി ഇസ്ലാം അങ്ങോട്ട്, അപ്പൊ ഹദ്റ അലൈഹി ഇസ്ലാമ അങ്ങനെ പറഞ്ഞാൽ പരാജയപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ ശരീഅത്ത് ഞാൻ പറഞ്ഞൊന്നും എതിരായിട്ടില്ല എന്നല്ലാതെ നിങ്ങളെ ശരീഅത്ത് അങ്ങനെ തന്നെ, എൻ്റെ തരീഖത്ത് ഇങ്ങനെയാവും. അങ്ങനെയല്ലല്ലോ പിരിഞ്ഞത്. പിരിഞ്ഞിട്ട് എങ്ങനെ പിരിഞ്ഞത്? നമ്മൾ പിരിയാം, ഇനി 3 വട്ടമായില്ലേ പിരിയാം, പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ സംഗതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് കപ്പലല്ലേ, കപ്പൽ ഞാൻ കുത്തിപ്പൊളിച്ച് ഇങ്ങനെ സംഗതി. ആ കപ്പൽ വളരെ പാവപ്പെട്ട കപ്പലാണ്. ഒരു കേടുമില്ലാത്ത കപ്പലാണെങ്കിൽ ആ രാജാവിൻ്റെ കിങ്കരന്മാരതൊക്കെ പിടിച്ചു പറ്റും. അപ്പം ഞാൻ ഒരു അയൽബാക്കി വിട്ടതാണ് പിടിച്ചു കൊണ്ട് വെച്ചിട്ട്. അപ്പം ആരും സമ്മതിച്ചില്ലേ? മൂസാനെ സമ്മതിച്ചു. അപ്പം പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ രണ്ടാമത് ആ കുട്ടീനെ കൊന്നതാ പ്രശ്നം. കുട്ടീനെ തല വിരിഞ്ഞിങ്ങനെ കൊന്നു, നല്ല കത്തി നടത്താണ് കൊന്നു, എന്തായാലും കൊന്നല്ലോ. അപ്പം കുട്ടി വലുതായാൽ കുട്ടീൻ്റെ അമ്മാനെയും ഇപ്പാനെയും കുട്ടി വിളക്കും കേടുത്തു, ഓരയും കഥയിന്ന് നോക്കും. അപ്പം അത് വരണ്ട വെച്ചിട്ട് കുട്ടീനെ കൊന്നതാണ് എന്ന് ഏത് പറഞ്ഞു? അത് നമ്മളെ ശരിയത്തല്ല. മൂസാ നബി സമ്മതിക്കാൻ കാരണം മൂസാ നബി ശരിയത്താണ് ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അതാ പറഞ്ഞത്. നമ്മളെ ശരീരത്തിൽ ഇപ്പം അങ്ങനെയില്ല. ഒരു ഔലിയ പറഞ്ഞു ഒരാൾ കുട്ടിനെ കൊന്നുകൊണ്ട് ആ കുട്ടി വലുതായാലും ഇങ്ങനെ ആവും, അതുകൊണ്ട് ഞാൻ കൊന്നു തന്നാൽ പറ്റില്ല. ആ വീട് നമ്മൾ സ്വീകരിക്കും. നമ്മുടെ ശരീരത്തിൽ ഒരാൾ അങ്ങനെ ആവുമ്പോൾ ഒരു ഹുക്കുമെയ്യാന്നല്ലാതെ അയാൾ അങ്ങനെ ആവും എന്ന് കണ്ടപ്പോൾ തന്നെ ഒരു തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ സംഗതി പോലെ ആ ഏത് കെട്ടിടമൊക്കെ നന്നായി കൊടുത്തതാണ്. അതൊരു യത്തീം കുട്ടിൻ്റെ എന്തോ സംഗതികൾ അവിടെ ആ കുട്ടിക്ക് വേണ്ടി രക്ഷിതാക്കൾ അവിടെ നിധി പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഈ മതിൽ പൊളിഞ്ഞു പോയാൽ അതുവരെ ഞങ്ങൾക്ക് കൊണ്ടുപോകും. അപ്പം ഇനി കൂലി നമുക്കൊന്നും തിന്നില്ലെങ്കിലും നമുക്കിപ്പോൾ കൂലി തരുന്നില്ല, ഭക്ഷണം തരുന്നില്ല, ഒന്നും ചെയ്തില്ല. എന്നാലും ഈ കുട്ടിൻ്റെ ഏത് കാലം വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ശരി. ഇപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശരീഅത്തിന്റെ വെളിച്ചത്തിൽ ഒരു ഇത്റാബില്ല. അപ്പൊ എന്ന് മൂപ്പരും ബോധ്യപ്പെടുത്തി കൊടുക്കായിരുന്നു. അപ്പൊ ശരീഅത്ത് കൊണ്ട് എതിർക്കുമ്പോൾ എതിർക്കപ്പെടുന്ന തരീക്കത്തുകാരൻ എൻ്റെ തരീക്കത്തിൽ ഇങ്ങനെ ശരീഅത്തിന് എതിരില്ല എന്ന് കാണിച്ചു കൊടുക്കണം. അതുണ്ടപ്പോൾ അവിടെ ഇപ്പം നമ്മളെ തെറ്റ്. അതാണ് എൻ്റെ വിഷയം. പണ്ട് ഖലീബുൽ ബാനി റളിയല്ലാഹു അൻഹു നിൽക്കില്ല എന്ന് പറഞ്ഞ വലിയ ഇക്റാമാക്കുന്ന ഒരാളുണ്ട്. അപ്പം അയാളെ ഖലീബിൽ കണ്ടു, നേരിൽ കണ്ടു. കണ്ടപ്പോൾ ഖലീബ് പറഞ്ഞു, കൈ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ഈ കയ്യിൻ്റെ അടി കൂടെ നോക്കാറുണ്ട്. എന്തായി കാണുന്നത്? ഞാൻ കഅബാലയം കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇങ്ങേപ്പുറത്ത് ഒരു കെട്ടിടം പൊന്തിക്കണം. അതെന്താ? അത് മഖാം ഇബ്രാഹിമാണ്. അപ്പം ഇയാൾ അജ്ഞമായുള്ള ഇയാൾ കണ്ടല്ലോ ഒക്കെ. ഇയാൾ കാണുന്നത് ഇവിടുന്ന് കുറേ അകലത്തുനിന്നാണ്. ഇത് ഇങ്ങനെ കവിച്ചു കൊടുത്തിട്ട് ആയിക്കോൾ കണ്ട കാഴ്ച. മഖാം ഇബ്രാഹിമിന് പിന്നിൽ വേണം തിരിക്കണം. അതാരാ? അത് ഖലീബാണ്. അപ്പൊ ഏത് ഖലീബാ നിൽക്കാത്ത? ആ ഖലീബോ ഈ ഖലീബോ പാസ്സാക്കാം. അപ്പൊ മൂപ്പർക്ക് മറുപടി ഇല്ല. അപ്പൊ മൂപ്പര് എന്താ കാണിച്ചു കൊടുത്ത്? അബ്ദാലിങ്ങളെന്ന് കൂട്ടുന്നുണ്ട്. ഒരു ഹഖീഖത്തൻ ജസോ ഒന്നേ ഉള്ളൂ, അതാണ് മുക്കല്ലഫ്. ബാക്കിയുള്ളതൊക്കെ ശബഹകളാണ്. അല്ലേ? അപ്പൊ ഒരാള് ഇത് കണ്ടില്ലാച്ചിട്ട് ആ കണ്ടൊരു പക്ഷേ ശബഹാവും. ശബഹറിന് നിഴൽ അല്ലെ ഫോട്ടോ എന്നൊക്കെ പറയാം. യഥാർത്ഥ കഥ ഇവിടെ കേൾക്കണം. ഞാൻ ഇവിടെ കേൾക്കുന്നില്ല.
അപ്പോൾ ഒരാളുടെ ജസദ് തന്നെ പലതായി കാണിക്കുക. അബ്ദാലിങ്ങൾ 40 വരെയൊക്കെ ബദലായി കാണിക്കുന്നതാണ്. അതിൻ്റെ കഴിവവർക്കുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടില്ലാത്തിട്ട് എല്ലാവരും അങ്ങനെ കേൾക്കാത്തവണ്ണം പറയാൻ പറ്റില്ല. പക്ഷെ ഇത് പറഞ്ഞാണ്ട് ചില ആൾക്കാർ ഓരോ ചെയ്ത് നിൽക്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് മൂപ്പർക്ക് പല ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല. അത് സ്വീകരിക്കില്ല. മറ്റൊക്കെ എന്തിനു കാണിച്ചു കൊടുത്തല്ലേ, നജ്ജു അതുപോലെ കാണിച്ചോണ്ടാ, അപ്പം നമുക്ക് ചോദിക്കാം. ഉസ്താദ് ത്വരീക്കത്തിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ആ പുസ്തകത്തിൽ ശരിയായ ത്വരീക്കത്തിനെ കുറിച്ചും ശരിയായ ശൈഖമാരെ കുറിച്ചും തെറ്റായ ത്വരീക്കത്തിനെ കുറിച്ചും തെറ്റായ ശൈഖമാരെ കുറിച്ചും വിവരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഈ അടയാളം പറയുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. കാരണം അത് അടയാളമാണ്, അടയാളം എപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. അവരതിന് പറയുന്ന ഉദാഹരണം, റൂമിൻ്റെ പുറത്ത് ചെരുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാം, അതൊരു അടയാളമാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ അയിമ്മത്ത് ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം അത് അടയാളങ്ങളാണെങ്കിലും എപ്പോഴും അത് ശരിയായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു ശൈഖ് ശരിയാണോ തെറ്റാണോ, ഒരു ത്വരീക്കത്ത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് ചിലർ പറയാറുണ്ട്. അതിൻ്റെ മറുപടി? അത് തികച്ചും തെറ്റാണ്. കാരണം ഇൽമ് രണ്ടും നമ്മൾ അറിയാതെ രണ്ടും വ്യത്യാസമുണ്ട്. ലെന്നുകളിലാണ് ഈ പറഞ്ഞത്. നമ്മൾ ലെന്ന് ചെയ്ത് മാറി എന്നതാണ്. ചെരുപ്പ് പുറത്ത് കണ്ടു, അപ്പോൾ ആൾ ഉള്ളുണ്ടാവും എന്ന് ലെന്ന് ചെയ്തു, പക്ഷെ അവൻ പുറത്തു പോയി. അല്ലെങ്കിൽ അവൻ്റെ വണ്ടി പുറത്ത് പോകണുണ്ട്, അപ്പം പുറത്തു ഉണ്ടാവും, ഇവിടെ ഇല്ല. അത് തന്നെയാണ്. ചിലപ്പോൾ വണ്ടി വേറെ കൊണ്ടായതാവും, പോകാൻ പാടുള്ളതുണ്ടാവും, അങ്ങനെ വരാം. യക്കീനായ അടയാളങ്ങൾ മാറൂല. അപ്പോൾ വന്യായ അടയാളങ്ങളിലാണ് നിങ്ങളാ പറഞ്ഞത് അടയാളം മാറിയെന്നവരല്ലോ. യക്കീനിയായ അടയാളം മാറൂല. അപ്പോൾ ഒരു ശൈഖിൻ്റെ സത്യവും അസത്യവും വേർതിരിച്ചു നോക്കാണ്ട് യക്കീനിയായ തെളിവാണ് നമ്മൾ പറഞ്ഞ ശരീഅത്തിന്റെ നിയമങ്ങൾ ഇയാൾ പാലിക്കേണ്ടതുണ്ട്. ശരീഅത്ത് നിയമങ്ങൾ പാലിക്കണില്ല, അപ്പം പിന്നെ ഇനി എന്ത് നോക്കേണ്ടതില്ല. കാരണം അത് വന്യായ അടയാളമല്ല, അത് യക്കീനിയായ അടയാളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അല്ലെങ്കിൽ ഓല പറഞ്ഞ ഉദാഹരണത്തിലൊക്കെ വന്യാണ്. വന്യ അടയാളങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ അടയാളം ഉണ്ടെങ്കിലും സംഗതി ഉണ്ടായിരുന്നു. ഇക്കാലത്തെ ഉലമ ചില ശൈഖുമാരെ ത്വരീക്കത്തിനെ വിമർശിക്കുമ്പോൾ മറ്റു ചില ഉലമ അവരെ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അവരെ കൂടെ വിവിധ പ്രോഗ്രാമുകളിൽ സംബന്ധിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. എന്താണ് ഇവിടെ സാധാരണക്കാർ നിലപാടെടുക്കേണ്ടത്? ആ ശരിയാണ് എന്ന് പറയുന്നവരെ അല്ലെങ്കിൽ ശരിയാണ് വ്യക്തമായി അംഗീകരിക്കുകയാണോ, അതല്ല അവർ തെറ്റാണ് എന്ന് പറയുന്നവർ അംഗീകരിക്കുകയാണോ? എന്താണ് സാധാരണക്കാർ ചെയ്യേണ്ടത്? പറയുന്നവരൊക്കെ അംഗീകരിക്കുക തള്ള എന്നതല്ല നമ്മളെ വിഷയം. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ ആലിമീങ്ങളാൽ, മസലൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കോലത്ത കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇവിടൊക്കെ വലിയ നിഷ്കളങ്കരായ ആരിഫ്യങ്ങളായ ആലിമീങ്ങളാണ്. ഇങ്ങനത്തെ ഒരാൾ ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്തകളിൽ നിൽക്കുന്നത്. അതിനൊരാശയവും ആദർശവും ഉണ്ട്. ആ ആശയാദർശത്തിൽ നിന്ന് ആര് തെറ്റി, അപ്പോൾ ആ സമസ്തയിലെല്ലാം വരുമെന്ന് പറയും. അപ്പോൾ നിങ്ങളെ സമസ്തനെ വേണ്ടല്ലേ നിസ്കരിച്ചണ്ട അതിനെപ്പ പറഞ്ഞത്. സമസ്തൻ്റെ ആശയത്തിനും ആദർശവും ഉണ്ടില്ല, ഒറ്റ ആശയവും ആദർശവും വേണം.
ആ ആദർശത്തിൽ ആരാ നിൽക്കുന്നവർ? അവരാണ് ഹക്കായ സമസ്തക്കാർ. അപ്പം ആ സമസ്തൻ്റെ തീരുമാനം കാര്യത്തിൽ വന്നാൽ തഫ്സീലിലേക്ക് കടക്കേണ്ട ആവശ്യമേ നമുക്കില്ല. അപ്പം സമസ്ത അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മാറി നിൽക്കാൻ അത് പോരെ. പിന്നെ ഇത് മറ്റേ മൂലി അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ മൂലി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആ മൂലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും എന്ന് പറയല്ല. എന്ത് ചെയ്യണം? നമ്മൾ ഉലമാ ഏകകണ്ഠമായി സമ്മതിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. കണ്ട അഭിപ്രായം വരില്ല. അന്നത്തെ പുത്തനാശയക്കാർ മാത്രമേ ഇതിലുണ്ടാവൂ. ഉലുമില്ല എല്ലാവർക്കും എതിരാ. അങ്ങനത്തെ വരാൽ പടുത്തുയർത്തപ്പെട്ട സംഘടനയാണ് സമസ്ത. അപ്പോൾ സമസ്തൻ്റെ തീരുമാനം അങ്ങനെ ഉണ്ടെന്ന് വന്നാൽ, ഇപ്പോൾ 2000 രണ്ടാണ്ടിന് മുമ്പ് ആദ്യം വന്ന തെരീക്കത്താണ് കുണ്ടൂട്ട് തെരീക്കത്ത്. ഹിജറ 1130 ആ ഷേഖ് ഇവിടെ വന്നത്. തക്കേക്ക് കിടക്കണ ആ ഷേഖ്. അപ്പം അത് സംബന്ധമായി തർക്കങ്ങളുണ്ടായി, ഇതുണ്ടായി. അങ്ങനെ കണ്ടമാനം ആലിമീകളുടെ ഫത്വകളുണ്ടായി. നമ്മുടെ ജിഫിരി ഹൗസിൽ ചെന്നാൾക്ക് എപ്പോഴും കാണാം. ജിഫിരി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കല. ജിഫിരി തങ്ങൾ 1222 അപ്പോൾ മൂപ്പര കാലത്താണ് ഇവിടെ ഇത് ഭയങ്കര കുഴപ്പമെന്ന്. എന്ന പോലെ തന്നെ മൂപ്പര ശേഷമാണ് വന്നെങ്കിലും ഈ കുഴപ്പങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളുടെ ഹയാത്ത് കൊണ്ട് ഈ വന്ന ഷേഖ് എപ്പോ വലിയ ജിഫിരി തങ്ങളെ പെങ്ങളെ മകനാണ് മമ്പുറം തങ്ങൾ വന്നത്. ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അന്നൊരു കിതാബ് എഴുതി, കൻസുൽ വറാഹി അറബിയില്. ആ കിതാബിന്റെ 460 പേജിൽ ഈ തരീഖത്തിനെ പറ്റി നന്നായി പറയുന്നു. അതിന്റെ പുതിയ പതിപ്പ് ഇവിടെ യമനിൽ അടിച്ചിട്ട് അതിന് പുതിയ പതിപ്പ് മർക്കസിലുണ്ട്. ഞാൻ പറഞ്ഞ കയ്യെഴുത്ത് പ്രതിയാണ്. കയ്യെഴുത്ത് പ്രതിയില് 460 പേജിൽ ഈ ഷെയ്ഖിനെ പറ്റിയും തരീഖത്തിനെ പറ്റിയും പറയുന്നുണ്ട്. അന്ന് എടുത്ത തീരുമാനം. പിന്നെ കുറൂർ ഷെയ്ഖ്, പിന്നെ വേറൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, എന്താണ് ചോറ്റൂർ ഷെയ്ഖ്. ഇതൊക്കെ ആ കാലത്ത് നടന്ന ഷെയ്ഖുമാരാണ്. അവർ പറ്റിയിട്ടുള്ള തീരുമാനം അന്നെടുക്കുക. ആ ഷെയ്ഖുമാരൊക്കെ സത്യവാന്മാരാണെന്ന് പറയുന്ന ഷെയ്ഖുമാർ ഇപ്പത്തെ പുതിയ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പേച്ചുന്നില്ലെങ്കിൽ പോലെ ഇപ്പത്തെ ഈ വന്ന പുതിയ ആൾക്കാർ അന്നാ വന്ന അവരൊക്കെ നല്ല ഷെയ്ഖുമാർ തന്നെയാണ്. അവർക്ക് എതിർ പറഞ്ഞൊന്നും ഇവർക്ക് തിരിഞ്ഞില്ല എന്ന് പറയാണ്. ഇപ്പോ പട്ടിക്കാട് തരീഖത്ത്, ആ തരീഖത്തിന്റെ ഷെയ്ഖ് ഇങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് റിപ്പോർട്ടുണ്ട്. ആ പട്ടിക്കാട് തരീഖത്തും ബാഗാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഉലമാവ് പഴയ കാലത്ത് ഉലമാവ് വന്നത് ഇമാൻ സത്യമാനം ശരിയല്ല എന്നാണ് അവനെ പറ്റി വിലയിരുത്തുന്നത്. അപ്പൊ ഇതാണ് ഏത് പുതിയ തരീഖത്ത് വന്നാലും നമ്മൾക്ക് അടിസ്ഥാനപരമായി സമസ്ത ജലമീയത്തിലും അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു അത് നോക്കിയാൽ മതി. സാധാരണക്കാർ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവர்கள் നമുക്ക് ഇസ്ലാമിലെ ആത്മീയ വഴികൾ അതിലുള്ള കള്ളനാണയങ്ങൾ വരുന്നത് എങ്ങനെയാണ്, യഥാർത്ഥത്തിലുള്ള ആത്മീയ സരണി എന്താണ് ഇന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്നു. അല്ലാഹു തആല ഈ ദീനിന് ഒരുപാട് കാലം ഇനിയും ഖിദ്മ ചെയ്യാൻ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല തൗഫീഖായി ഉസ്താദ് അവർക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും BKF-ന്റെ 3ാം എഡിഷന് വേണ്ടി ഉസ്താദ് അവരെ അറിയിക്കുന്നു. ഇനി അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.